ഒരു സ്ത്രീയുടെ ശക്തി അവളുടെ സൗന്ദര്യത്തിലാണോ, അല്ലെങ്കിൽ അവൾ ചിന്തിക്കുന്ന രീതിയിലാണോ? ഒരു സ്ത്രീയുടെ ജീവിതം ഒരു യുദ്ധമാണ്. എന്നാൽ ഈ യുദ്ധം ഏത് ആയുധങ്ങൾ കൊണ്ട് നേടാനാണ്? സൗന്ദര്യമോ, ധനമോ, അതോ അറിവോ? ഈ ലോകത്ത് സുന്ദരികളായ സ്ത്രീകളെക്കാൾ ബുദ്ധിമതികളായ സ്ത്രീകൾക്കാണ് എപ്പോഴും മൂല്യവും അധികാരവും കൂടുതൽ. ഒരു സ്ത്രീയുടെ സൗന്ദര്യം കാലത്തിനനുസരിച്ച് മാറിയേക്കാം, എന്നാൽ അവളുടെ അറിവ് അവളുടെ വംശപരമ്പരയ്ക്ക് തന്നെ ഒരു വഴികാട്ടിയായിരിക്കും. കുടുംബത്തെ സിംഹാസനത്തിലെത്തിക്കാനും സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുക്കാനും സ്ത്രീക്ക് സാധിക്കും. ചാണക്യൻ നിർദ്ദേശിക്കുന്ന 12 നിയമങ്ങൾ താഴെ പറയുന്നവയാണ്. 1. വിദ്യയുടെ മൂല്യം. വിദ്യയാണ് ഏറ്റവും മികച്ച ആഭരണം. സൗന്ദര്യം കണ്ണുകളെ ആകർഷിക്കും, പക്ഷേ അറിവ് മനസ്സുകളെ കീഴടക്കും. വിദ്യയില്ലാത്ത സ്ത്രീ ഒരു മണമില്ലാത്ത പൂവാണ്, പക്ഷേ അറിവുള്ള സ്ത്രീ ഒരു കുടുംബത്തെ മാത്രമല്ല, ഒരു തലമുറയെ തന്നെ ഉയർത്തും. സൗന്ദര്യം ഒരാളെ ആകർഷിച്ചേക്കാം, എന്നാൽ അറിവ് മാത്രമേ നിങ്ങളെ ബഹുമാനിക്കാൻ പ്രേരിപ്പിക്കൂ. വിദ്യാഭ്യാസമില്ലാത്ത സ്ത്രീ മണമില്ലാത്ത പൂവ് പോലെയാണ്. അറിവുള്ള സ്ത്രീക്ക് ഒരു മടയനെ പോലും ബുദ്ധിമാനാക്കാൻ സാധിക്കും. 2. വാക്കിന്റെ കരുത്ത്. വാക്ചാതുര്യം. ഒരു വാക്ക് ജീവിതം മാറ്റാം. നിന്റെ നാവ് നിനക്ക് സിംഹാസനം നൽകാനും അത് തകർക്കാനും കഴിയും. മധുരമായ വാക്കുകൾ മരുന്നിനേക്കാൾ ശക്തമാണ്. ഒരു സ്ത്രീയുടെ നാവ് അവളെ സിംഹാസനത്തിലെത്തിക്കാം, അല്ലെങ്കിൽ അവളുടെ ജീവിതം തന്നെ നശിപ്പിക്കാം. മധുരമായ സംസാരം കയ്പുള്ള മരുന്നിനേക്കാൾ രോഗശാന്തി നൽകുന്നു. അനാവശ്യ തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുന്നത് ബുദ്ധിയുടെ ലക്ഷണമാണ്. 3. രഹസ്യങ്ങൾ കാത്തുസൂക്ഷിക്കുക. നിനക്ക് തന്നെ നിന്റെ രഹസ്യം സൂക്ഷിക്കാൻ കഴിയില്ലെങ്കിൽ ലോകമത് കാക്കുമെന്ന് എന്തിനു പ്രതീക്ഷിക്കുന്നു? നിന്റെ ബലഹീനതകൾ, നിന്റെ ഭാവി എല്ലാം നിന്റെ ഉള്ളിൽ തന്നെ സൂക്ഷിക്കുക. സ്വന്തം ഹൃദയത്തിലെ രഹസ്യം നിനക്ക് പോലും സൂക്ഷിക്കാൻ കഴിയില്ലെങ്കിൽ മറ്റുള്ളവരത് കാക്കുമെന്ന് എങ്ങനെ പ്രതീക്ഷിക്കുന്നു? നിങ്ങളുടെ ബലഹീനതകളും ഭാവി പദ്ധതികളും രഹസ്യമായി വയ്ക്കുക. സ്വകാര്യ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നത് സ്വന്തം കഴുത്തിൽ കത്തിവെക്കുന്നതിന് തുല്യമാണ്. 4. ഭയം വെടിഞ്ഞ് ധൈര്യം വളർത്തുക. ഭയം നിന്റെ വിജയത്തിന്റെ ഏറ്റവും വലിയ ശത്രുവാണ്. തെറ്റായ തീരുമാനങ്ങളെ ഭയപ്പെടരുത്, എന്നാൽ തീരുമാനമെടുക്കാതിരിക്കാൻ ഭയപ്പെടുക. പരാജയത്തെ ഒരു പാഠമാക്കി മുന്നേറുന്നവളാണ് ബുദ്ധിമതി. 5. സാമ്പത്തിക അറിവ്. സമ്പത്തിന്റെ വിനിയോഗം. പണം സമ്പാദിക്കുന്നത് മാത്രം മതിയല്ല, അതിനെ സംരക്ഷിക്കാൻ അറിയണം. എമർജൻസി ഫണ്ട് ഇല്ലാത്ത ജീവിതം നാളെയില്ലാത്ത ജീവിതം പോലെയാണ്. വരുമാനത്തേക്കാൾ ചെലവധികമുള്ളവൻ വേഗത്തിൽ നശിക്കും. മിതവ്യയമായി ജീവിക്കുക എന്നത് പിശുക്കല്ല, അതൊരു സുരക്ഷിതത്വമാണ്. അടിയന്തര ആവശ്യങ്ങൾക്കായി എപ്പോഴും ഒരു നിധി അഥവാ എമർജൻസി ഫണ്ട് കരുതിവെക്കുക. 6. മനുഷ്യരെ തിരിച്ചറിയുക. പുഞ്ചിരി എപ്പോഴും സത്യസന്ധതയല്ല. ശത്രുവിനേക്കാൾ അപകടകാരി ഒരു ദ്രോഹിയായ സുഹൃത്ത്. സ്വർണത്തിന്റെ ഗുണമേന്മ പരിശോധിക്കുന്നതുപോലെ ഒരാളുടെ സ്വഭാവത്തെ അയാളുടെ പ്രവൃത്തികളിലൂടെ പരിശോധിക്കുക. പുഞ്ചിരിക്കുന്ന മുഖമുള്ളവരെല്ലാം സുഹൃത്തുക്കളല്ല, ശത്രുവിനേക്കാൾ ദ്രോഹിയായ സുഹൃത്താണ് അപകടകാരി. 7. അഹങ്കാരം ഒഴിവാക്കി വിനയം ശീലിക്കുക. ഫലം നിറഞ്ഞ മരങ്ങൾ എപ്പോഴും താഴേക്ക് കുനിയുന്നു. അറിവ് കൂടുമ്പോൾ വിനയം കൂടണം. ഒരാളുടെ പ്രശസ്തി സ്വന്തം വാക്കിലൂടെയല്ല, പ്രവൃത്തികളിലൂടെയാണ് ലോകം അറിയേണ്ടത്. ഫലങ്ങൾ നിറഞ്ഞ മരം എപ്പോഴും കുനിഞ്ഞു നിൽക്കുന്നതുപോലെ അറിവുള്ള സ്ത്രീ വിനയമുള്ളവളായിരിക്കും. ഞാൻ എന്ന അഹങ്കാരമുള്ളിടത്ത് അറിവ് തങ്ങില്ല. 8. പൂർണ്ണമായ ജാഗ്രത. അമിതമായി പുകഴ്ത്തുന്നവരെ ഒരിക്കലും പൂർണ്ണമായി വിശ്വസിക്കരുത്. ജാഗ്രത നിന്റെ അദൃശ്യ ആയുധമാണ്. ജാഗ്രതയുള്ള ഒരാളെ ചതിയിലൂടെ തോൽപ്പിക്കാൻ കഴിയില്ല. സാഹചര്യങ്ങൾ നിരീക്ഷിക്കുന്നതിൽ എപ്പോഴും മിടുക്ക് കാണിക്കുക. അമിതമായി പുകഴ്ത്തുന്നവരിൽ എപ്പോഴും ഒരു സ്വാർത്ഥതയുണ്ടാകുമെന്ന് മനസ്സിലാക്കുക. 9. ക്ഷമയും നിദാനവും. വികാരങ്ങളെ നിയന്ത്രിക്കുന്നവൾ ലോകത്തെ തന്നെ നിയന്ത്രിക്കും. കടൽ പോലെ ശാന്തമാവുക. 1000 സൈനികരുള്ള രാജാവിനേക്കാൾ ശക്തൻ സ്വന്തം വികാരങ്ങളെ നിയന്ത്രിക്കുന്നവനാണ്. ദേഷ്യമോ വിഷമമോ പെട്ടെന്ന് പുറത്തു കാണിക്കാതെ കടലിനെപ്പോലെ ശാന്തമായിരിക്കുക. 10. കുടുംബത്തെ നയിക്കാനുള്ള പ്രാപ്തി. ഒരു വീടിന്റെ ഉയർച്ചയും തകർച്ചയും ഒരു സ്ത്രീയുടെ കൈകളിലാണ്. അമ്മ 1000 അധ്യാപകർക്ക് തുല്യമാണ്. ഒരു മകൾക്ക് ആഹാരം മാത്രമല്ല, വിവേകവും ധൈര്യവും കൂടി നൽകുക. 11. ആരോഗ്യ സംരക്ഷണം. നീ ആരോഗ്യവതിയല്ലെങ്കിൽ നിന്റെ സ്വപ്നങ്ങൾക്കും ജീവിക്കാൻ കഴിയില്ല. സ്വന്തം ആരോഗ്യം ഒരിക്കലും അവഗണിക്കരുത്. മനസ്സ് ശാന്തമാണെങ്കിൽ മാത്രമേ കൃത്യമായി ചിന്തിക്കാൻ കഴിയൂ. 12. സ്വന്തം തനിമ നിലനിർത്തുക. ലോകം നിന്നെ മാറ്റാൻ ശ്രമിക്കും, പക്ഷേ ഏറ്റവും വലിയ വിജയം നീ നിന്നായിരിക്കുക എന്നതാണ്. ആരെയും അന്ധമായി അനുകരിക്കരുത്. നിങ്ങൾ നിങ്ങളായിരിക്കുക എന്നതാണ് ഏറ്റവും വലിയ വിജയം. ഉന്നതമായ ലക്ഷ്യങ്ങളും തനിതായ ചിന്തകളും നിങ്ങളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കും. ഈ 12 രഹസ്യങ്ങൾ കേൾക്കുന്നതുകൊണ്ട് മാത്രം കാര്യമില്ല,
അവ പ്രവൃത്തിയിൽ കൊണ്ടുവരിക എന്നതാണ് പ്രധാനം. 21 ദിവസം ഈ നിയമങ്ങൾ ശീലിക്കുന്നത് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് ചാണക്യതന്ത്രം ഓർമ്മിപ്പിക്കുന്നു. ഈ 12 രഹസ്യങ്ങൾ പ്രവൃത്തിയിൽ കൊണ്ടുവരിക എന്നതാണ് പ്രധാനം. 21 ദിവസം ഈ നിയമങ്ങൾ ശീലിക്കുന്നത് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് ചാണക്യതന്ത്രം ഓർമ്മിപ്പിക്കുന്നു. നിന്റെ ജീവിതം നിനക്ക് തന്നെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം മാറും. ഒരു സ്ത്രീ ശക്തിയാണ്. അവൾ അത് തിരിച്ചറിഞ്ഞ നിമിഷം ലോകം മാറും. നിങ്ങൾക്ക് ഈ വീഡിയോ പ്രചോദനമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇനിയും ഇത്തരത്തിലുള്ള വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.